പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ, അതായത് ഫെബ്രുവരി 28 തെക്കൻ ഇറാനിലെ മിനാവ് നഗരത്തിലുള്ള ഒരു പ്രൈമറി സ്കൂളിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ നീക്കങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സിവിലിയൻ ദുരന്തമായി മാറിയൊന്നായിരുന്നു ഈ പ്രൈമറി സ്കൂളിന് നേരെ നടത്തിയ ആക്രമണം. സത്യത്തിൽ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. യുദ്ധമേ അങ്ങനെ ആയിരിക്കെ യുദ്ധത്തിലും ചില മര്യാദകളുണ്ട്. അതിൽ കുട്ടികളെ ഒഴിവാക്കേണ്ടതുണ്ട്, ആശുപത്രികൾ ആക്രമിക്കാതിരിക്കണം തുടങ്ങിയ യുദ്ധമര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്ക നടത്തിയെന്നുള്ള ആക്ഷേപം ശക്തമായിരുന്നു. ഇറാനിലെ മിനാവ് സ്കൂളിന് നേരെയുണ്ടായ ഈ ആക്രമണത്തിൽ മരണം 175 കണക്കാക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയാണ് മിസൈൽ ആക്രമണം സംഭവിച്ചത്. ടെഹ്റാനിലെ ആശുപത്രിക്ക് നേരെയും ആക്രമണം സംഭവിച്ചതായും ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ വാദങ്ങളൊക്കെ തന്നെയും, അതായത് അമേരിക്ക യുദ്ധമര്യാദകൾ ലംഘിച്ചുവെന്നും ഇസ്രായേലോ അമേരിക്കയോ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. വെള്ളിയാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലീവിച്ച് പറയുന്നത് അറിവുള്ളിടത്തോളം അമേരിക്കയല്ല ഇത് ചെയ്തത് എന്നാണ്. എന്നാൽ ടെഹ്റാനിൽ നിന്നും ഏകദേശം 600 മൈലിലധികം ദൂരെയുള്ള വളരെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനടുത്തുള്ള മിനാവ് എന്ന ചെറിയ തെക്കൻ നഗരത്തിലാണ് ഈ പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇറാനിൽ ശനിയാഴ്ചയാണ് പ്രവൃത്തിയാഴ്ച ആരംഭിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ആക്രമണം നടന്ന സമയത്ത് കുട്ടികളും അധ്യാപകരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയവും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഈ ആക്രമണം നിഷേധിക്കുന്ന ഘട്ടത്തിൽ ഉപഗ്രഹ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ദൃക്സാക്ഷി വീഡിയോകളും വിശകലനം ചെയ്തുകൊണ്ട് പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് നടത്തിയ അന്വേഷണം ഇപ്പോൾ അവരൊരു റിപ്പോർട്ടായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയാണ് എന്ന് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു നാവിക താവളത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ കെട്ടിടം വളരെ കൃത്യതയാർന്ന മിസൈൽ ആക്രമണത്തിലാണ് തകർന്നതെന്നും തെളിവുകൾ നിരത്തിക്കൊണ്ട് ന്യൂയോർക്ക് ടൈംസ് വാദിക്കുന്നുണ്ട്. പ്രാദേശിക സമയം രാവിലെ 11:30 ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമണത്തെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ പോസ്റ്റുകളും ആക്രമണം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ലഭിച്ച ദൃക്സാക്ഷി വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോകളും പരിശോധിച്ചതിൽ നിന്നും നാവിക താവളത്തിന് നേരെ ആക്രമണം നടന്ന അതേ സമയത്ത് തന്നെയാണ് സ്കൂളും തകർക്കപ്പെട്ടതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ജിയോ ലൊക്കേഷൻ വിദഗ്ധർ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വീഡിയോയിൽ നാവിക താവളത്തിൽ നിന്നും സ്കൂൾ നിലനിൽക്കുന്ന ഭാഗത്തു നിന്നും കറുത്ത പുകപടലങ്ങൾ ഉയരുന്നത് ദൃശ്യമാണെന്നും ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നുണ്ട്. ഈ ദാരുണമായ സംഭവം കേവലം ഒരു അബദ്ധമല്ല എന്നും മറിച്ച് വളരെ കൃത്യതയാർന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമാണെന്നുമാണ് അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മിനാവിലെ നാവിക താവളത്തിലെ 6ഓളം പ്രധാന കെട്ടിടങ്ങൾക്കൊപ്പം ഈ വിദ്യാലയം തകർക്കപ്പെടുകയായിരുന്നു. മിസൈലുകൾ ലക്ഷ്യം തെറ്റി വീണതല്ല, മറിച്ച് ഓരോ കെട്ടിടത്തെയും കൃത്യമായി ഉന്നം വെച്ച് നടത്തിയ പ്രിസിഷൻ സ്ട്രൈക്കുകളായിരുന്നു ഇവയെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് പ്രതിരോധ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ആർട്ടിക്കിളിൽ. സംഭവ സമയത്ത് US യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ കേന്ദ്രീകരിച്ച ആ മേഖലയിൽ ആക്രമണങ്ങൾ നടന്നിരുന്നതായി US സൈനിക മേധാവി ജനറൽ ജാൻ കെയ്ൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ഈ ആക്രമണം നടന്ന സമയമാണ്. ഇറാനിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമായതിനാൽ ഷജറ തായിബ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സജീവമായിരുന്നു. ആക്രമണത്തിൽ കുട്ടികളടക്കം 175 പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത്. സ്കൂളിന് നേരെ നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ പഴയ സൈനിക രേഖകളാകാം കാരണമെന്ന നിഗമനവും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന്റെ കാരണം 2013 വരെ ഈ കെട്ടിടം നാവിക താവളത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും 2016 മുതൽ ഒരു സ്കൂളായി മാറ്റിയിരുന്നു. എന്നാൽ ഇത് തിരിച്ചറിയുന്നതിൽ വന്ന പരാജയമാണ് ഇത്രയും വലിയൊരു സിവിലിയൻ ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. അതായത് അമേരിക്കയല്ല ഈ ആക്രമണം നടത്തിയതെന്നുള്ള അമേരിക്കയുടെ വാദമുഖങ്ങളെ ന്യൂയോർക്ക് ടൈംസ് തെളിവുകൾ കൊണ്ട് എതിർക്കുകയാണ്. ഇസ്രായേൽ സൈനിക വക്താവ് നദാബ് ഷൊജാനി ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ആ സമയത്ത് ആ മേഖലയിൽ ഇസ്രായേൽ സൈനിക നടപടികളൊന്നും ചെയ്തതായി തന്റെ അറിവിലില്ല എന്നാണ്. എന്നാൽ സംഭവ ദിവസം സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ അമേരിക്കൻ വിമാനങ്ങൾ സൈനിക നീക്കങ്ങൾ നടത്തിയിരുന്നതായി US ഉദ്യോഗസ്ഥർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിനുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഒരു ഇറാനിയൻ മനുഷ്യാവകാശ സംഘടന ഉടൻ തന്നെ പുറത്തുവിട്ടിരുന്നു. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ തെരച്ചിൽ നടത്തുന്ന വീഡിയോകൾ ഇറാൻ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അവ സ്വതന്ത്രമായി പരിശോധിച്ച് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. നാവിക താവളത്തിനുള്ളിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ടൈംസ് പ്ലാനറ്റ് ലാബ്സിൽ നിന്നുള്ള പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും ശേഖരിച്ചു. ബുധനാഴ്ച ലഭിച്ച ഈ ചിത്രങ്ങൾ ആക്രമണത്തിന്റെ സമയക്രമം ശരിയാണെന്ന് വീണ്ടും ഉറപ്പിക്കുന്നതായിരുന്നു. കുറഞ്ഞത് 6 റവല്യൂഷണറി ഗാർഡ് കെട്ടിടങ്ങൾക്കും സ്കൂളിന് നേരെ ഒരേ സമയം കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. നാവിക താവളത്തിനുള്ളിലെ 4 കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു. മറ്റ് 2 കെട്ടിടങ്ങളുടെ മേൽക്കൂരയുടെ കൃത്യം നടുവിൽ തന്നെ മിസൈലുകൾ പതിച്ചു. US എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ വിശകലന വിദഗ്ധൻ വെസ് ജെ ബ്രെയിൻഡ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച ശേഷം നിഗമനം നടത്തുന്നത് സ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങളും വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള
ആക്രമണത്തിനാണ് ഇരയായത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അടക്കം പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണിത്. അതായത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒരു ഖബറിടം ഒരുക്കുന്നത്. യുദ്ധമര്യാദകൾ അമേരിക്കയും ഇസ്രായേലും ലംഘിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം വന്നതിനെ ഈ ചിത്രം പുറത്തു വന്നതിന് ശേഷമാണ്. ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ളൊരു ചിത്രമാണ്. അതായത് 175ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അതിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സാധാരണക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ ചിത്രം ഇപ്പോൾ വ്യാജമാണെന്നാണ് ഇറാനെ എതിർക്കുന്നവർ പറയുന്നത്. പ്രധാനമായും ഇറാനെ എതിർക്കുന്നവർ, സോഷ്യൽ മീഡിയ അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഇറാൻ ഈ ചിത്രം നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. അതായത് പൊതുവിൽ ഈ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ചിത്രം യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ പോലും മുൻപ് ന്യൂയോർക്ക് ടൈംസിന് മേലെ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് ഗസയിലെ യുദ്ധസമയത്ത് അവരൊരു ഫോട്ടോ അവരുടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അടിച്ചു കൊടുത്തിരുന്നു. മുഹമ്മദ് സഖറിയ അൽ മുദവഖ് എന്ന ഗസയിലെ കുട്ടിയുടെ ഒരു ചിത്രമായിരുന്നു. അതായത് ആ കുട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഗസയിൽ വലിയ രീതിയിലുള്ള പട്ടിണിയാണെന്നും ഇസ്രായേൽ ആ നാട്ടിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയുടെ ചിത്രം പങ്കുവെച്ചത്. എന്നാൽ ആ കുട്ടിക്ക് ജനിതക രോഗം ഉണ്ട് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ആ വാർത്ത പങ്കുവെച്ചത്. ഇസ്രായേലിനെതിരെ വെറുപ്പുണ്ടാക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ചിത്രം അവർ മനഃപൂർവ്വം പ്രസിദ്ധീകരിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് ന്യൂയോർക്ക് ടൈംസ് തിരുത്തി. ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല, മറിച്ച് അസുഖം കാരണം കുട്ടി അവശനായതാണ്, അത് ജന്മനാ ഉള്ള അസുഖമാണ്, അത് മറച്ചു വെച്ചാണ് ഹമാസ് നടത്തിയ ഒരു പ്രചരണം. അത് ന്യൂയോർക്ക് ടൈംസ് ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ എടുത്തവർ പത്രത്തിൽ കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അത് ഇസ്രായേൽ തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ തെറ്റാണെന്നും അത് അവർ ഇറാൻ പറയുന്നത് മാത്രം വിശ്വസിച്ചതാണ് എന്നും മാത്രമല്ല പ്രത്യേകമായതാ ഈ ചിത്രം അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നും പൊതുവിൽ ഇറാൻ എല്ലാ ഘട്ടങ്ങളിലും ഇറാൻ ആയിക്കോട്ടെ, ഇറാന്റെ പ്രോക്സി തീവ്രവാദി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളി ആയിക്കോട്ടെ, ഹമാസ് ആയിക്കൊള്ളട്ടെ, എപ്പോഴും യുദ്ധത്തിൽ മുന്നിൽ നിർത്തുന്നത് കുട്ടികളുടെ ചിത്രങ്ങളും അവരുടെ കുഴിമാടങ്ങളുമാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇറാനെ എതിർക്കുന്ന ആളുകൾ ഈ ചിത്രം ഫേക്ക് ആണെന്ന് പറയുന്ന ആളുകൾ പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്, ഇറാനിലേക്ക് ഔദ്യോഗിക മാധ്യമങ്ങൾക്കൊന്നും തന്നെ അവിടെ എൻട്രി ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇറാന്റെ മത പോലീസ് അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അല്ലാതെ അത് വെരിഫൈ ചെയ്യാനോ അതിന് ഒരു സുതാര്യതയൊന്നും ഇതുവരെയും ഇല്ല. അതുകൊണ്ട് ഈ ചിത്രം അത് തെറ്റായി പ്രചരിക്കുന്നതാണ് എന്ന പറയുന്ന ആളുകൾക്ക് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ അവിടെ പോയിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ്. അത്തരത്തിൽ ഈ ന്യൂയോർക്ക് ടൈംസ് മുൻപ് ഗസയിലെ വിഷയം കൈകാര്യം ചെയ്തതുപോലെ ഹമാസിന്റെ നുണ ഫാക്ടറിയിൽ നിന്ന് വന്ന അതുപോലുള്ളൊരു കാര്യം തന്നെയാണ് ഈ മാസ് ബ്യൂരിയൽ സൈറ്റ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഈ ചിത്രത്തിന് പിന്നിലുമെന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇറാനിൽ ആക്രമണം നടന്നിട്ടുണ്ട്, ധാരാളമായ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആ മരണസംഖ്യ 1000-ലധികം കടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമായിരിക്കെ ഈ ചിത്രത്തിന് മാത്രമായി നമ്മൾ ഒരു ഇളവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ന്യൂയോർക്ക് ടൈംസ് തന്നെ ഇത് പരിശോധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം പങ്കുവയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.